സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു വചനം വായിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 7, 37-38 വാക്യങ്ങൾ. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 37-38 വാക്യങ്ങളിൽ ദൈവപുത്രനായ യേശു നിന്നുകൊണ്ട് വിളിക്കുകയാണ്. ദാഹിക്കുന്നവരെയാണ് വിളിക്കുന്നത്. ഈ ദാഹം വെള്ളത്തിന് വേണ്ടിയുള്ള ശാരീരിക ദാഹം അല്ല, മറിച്ച് ആത്മീയമായ ദാഹമാണ്. ആത്മീയമായ ദാഹം എന്ന് ഒന്നുണ്ടോ? നാം പലപ്പോഴും ദാഹിക്കുന്നവരാണ്. നമുക്കൊക്കെ പലവിധ ദാഹങ്ങളുണ്ട്, പലവിധ തരത്തിലുള്ള വിശപ്പുകളുണ്ട്. സന്തോഷത്തിനായിട്ടുള്ള വിശപ്പും ദാഹവും, സമാധാനത്തിനായിട്ടുള്ള വിശപ്പും ദാഹവും, സ്വസ്ഥതയ്ക്ക് വേണ്ടിയുള്ള, നിർഭയവാസത്തിന് വേണ്ടിയുള്ള വിശപ്പും ദാഹവും, ശാരീരികമായി നമുക്ക് ആവശ്യമായിരിക്കുന്ന ഭക്ഷണത്തിനും പാനീയത്തിനും ആവശ്യമായ വിശപ്പും ദാഹവുമുണ്ട്. അതുപോലെ മനസ്സിൻ്റെ സന്തോഷത്തിന്, ഹൃദയത്തിൻ്റെ ആനന്ദത്തിന് ആത്മീയമായ വിശപ്പും ദാഹവും. ഇങ്ങനെ പോകുന്നു വിശപ്പിൻ്റെയും ദാഹത്തിൻ്റെയും പട്ടിക. യേശു കർത്താവ് ക്രൂശിൽ വച്ച് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുവാനിടയായി. യേശു 40 ദിവസം ഉപവസിച്ചതിന് ശേഷം യേശുവിന് വിശന്നു എന്നും എഴുതിയിരിക്കുന്നു. 100% ദൈവമായിരുന്നവൻ 100% മനുഷ്യനായി അവതരിച്ചപ്പോൾ ദൈവപുത്രനായ ക്രിസ്തുവിനും വിശപ്പും ദാഹവും ഉണ്ടായതായി മേൽപ്പറഞ്ഞ വചനങ്ങളിലൂടെ നാം മനസ്സിലാക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായത്തിൽ അവിടെ ദാഹിക്കുന്നവരെ വിളിക്കുന്നുണ്ട്. മതിയാവോളം ദാഹജലം തരാമെന്നാണ് പ്രവാചകൻ വഴി ദൈവം പറയുന്നത്. അതിനായി കഠിന പ്രയത്നം ആവശ്യപ്പെടുന്നില്ല. മാത്രമല്ല, അതിനായി സമ്പത്തും പണവും ആവശ്യപ്പെടുന്നില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-6 ആവശ്യപ്പെടുന്ന ഒന്ന് മാത്രം: ദൈവത്തെ ആശ്രയിക്കുന്ന, ദൈവത്തിൽ ശരണപ്പെടുന്ന, അഥവാ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു മനോഭാവം. ഇത് മാത്രമാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഇത് എപ്പോഴാണ് ചെയ്യേണ്ടത്? അഥവാ ദൈവത്തെ അന്വേഷിക്കേണ്ടത് എപ്പോഴാണ്? പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഇപ്പോഴാവുന്നു സുപ്രസാദകാലം, ഇപ്പോഴാവുന്നു രക്ഷാദിവസം. എന്നാൽ ഈ ഇപ്പോഴാകുന്നു എന്നുള്ള പദത്തിനർത്ഥം ഇന്നാണ് രക്ഷാദിവസം എന്നുള്ളതാണ്. ഇപ്പോഴാണ് രക്ഷാദിവസം എന്നുള്ളതാണ്. രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ആഹ്വാനം നാം ഇവിടെ കാണുകയാണ്. സൗജന്യമായി രക്ഷ നൽകുവാൻ, അത് ആത്മീയ വിശപ്പിനുള്ള ഭക്ഷണമായി, ആത്മീയ വിശപ്പിനുള്ള ദാഹജലമായി അത് നൽകുവാൻ കർത്താവ് വിളിക്കുമ്പോൾ ആ വിളി കേൾക്കുന്ന ആരും തന്നെ ആ
വിളിക്ക് ചെവി കൊടുക്കാതെ പോകാൻ പാടില്ല. ആ വിളിയോട് പ്രതികരിച്ചുകൊണ്ട്, ആമേൻ കർത്താവേ, എനിക്ക് അങ്ങേ ആവശ്യമാണ്, എനിക്ക് അങ്ങയുടെ ദാഹജലം, അങ്ങ് നൽകുന്ന ജീവജലം ആവശ്യമാണ്. ഇവിടെ യോഹന്നാൻ്റെ സുവിശേഷം നാം വായിച്ചു കേട്ട വേദഭാഗത്ത് നാം വായിച്ചു കേട്ട വചനങ്ങൾക്ക് അടുത്ത വചനങ്ങളായി എഴുതിയിരിക്കുന്നത് ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് നൽകുവാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് സംസാരിച്ചത് എന്നാണ്. ആ പരിശുദ്ധാത്മാവാണ് നമ്മുടെ ആത്മീയ ദാഹം തീർക്കുന്നത്. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ നമ്മുടെ ആത്മാവ് ദൈവത്തോട് ചേരുവാൻ കാംക്ഷിക്കുമ്പോൾ നമുക്ക് കർത്താവ് നൽകുന്ന ജീവജലം സൗജന്യമായി നുകരാം. ആമേൻ, ആമേൻ. ചൈതന്യമേ മണ്ണിൽ പ്രകാശിച്ച